നാളെയാണല്ലോ ഗുരുവായൂർ ഏകാദശി. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് ഏകാദശിയെ കുറിച്ചാണ് കേട്ടോ. ഏകാദശി വ്രതം എടുക്കുമ്പോൾ 3 ദിവസത്തിനാണ് പ്രധാനം. അത് ഇന്നത്തെ ദശമി, നാളെ ഏകാദശി, മറ്റന്നാള് ദ്വാദശി. ഇന്നത്തെ ദശമിയുടെ കാര്യം പറയാനാണെങ്കിൽ എല്ലാവരും നേരത്തെ തന്നെ എണീറ്റ് കുളിച്ച് എല്ലാവരും പ്രാതലെല്ലാം കഴിച്ചു കാണുമല്ലോ അല്ലെ. ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഒന്നും കഴിക്കരുതെന്നാണ് പറയാറ്. അതായത് രാത്രി ഒന്നും കഴിക്കരുതെന്നാണ് പറയണത്. എന്നിട്ട് നാളെ ഏകാദശിയുടെ അന്ന് ഇതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നായിട്ട് എണീറ്റ് കുളിച്ച് തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം നോറ്റു തുടങ്ങാം. അപ്പൊ തുളസി തീർത്ഥാണ് കേട്ടോ സേവിക്കേണ്ടത്. അതായത് ഒരു ഗ്ലാസ് വെള്ളത്തില് 2 ഇല തുളസിയുടെ 2 ഇല ഇട്ട് വെച്ചാൽ അത് തുളസി തീർത്ഥമായി. നാളത്തെ ദിവസം പൂർണ്ണമായിട്ടുള്ള ഉപവാസം, ഒന്നും കഴിക്കരുത് എന്നാണ് കേട്ടോ പറയാറ്. എന്നിട്ട് മറ്റന്നാള് അതായത് ദ്വാദശിയുടെ അന്ന് ഇതേപോലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നായിട്ട് എണീറ്റ് കുളിച്ച് പാരണം വിടാം. അപ്പോഴും നമ്മൾക്ക് തുളസി തീർത്ഥം സേവിക്കാം, അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്നുള്ള തീർത്ഥങ്ങൾ സേവിക്കാം. അപ്പോഴും രാവിലെ പ്രാതലെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണെല്ലാം കഴിഞ്ഞ ശേഷം അന്നും ഇതേപോലെ രാത്രി ഒന്നും കഴിക്കരുതെന്നാണ് പറയാറ്. അതേപോലെ തന്നെ ഏകാദശിയുടെ ദിവസവും ദ്വാദശിയുടെ അന്നും പകലുറക്കം പാടില്ല എന്നാണ് കേട്ടോ പറയാറ്. ഇങ്ങനെയാണ് കേട്ടോ പൂർണ്ണമായിട്ടുള്ള ഉപവാസത്തോടു കൂടി ഏകാദശി വ്രതം നോൽക്കുന്നത്. പിന്നെ പലർക്കും ആരോഗ്യസ്ഥിതി പല രീതിയിലായിരിക്കും. കുട്ടികളെ മുതൽ പ്രായമായവർ വരെ ഏകാദശി വ്രതം നോക്കുന്നവരാണല്ലോ. ചിലര് വെള്ളം പോലും കുടിക്കാതെയാണ് ഈ ഏകാദശി വ്രതം എടുക്കുക. അതിനെ നിർജ്ജല ഏകാദശി എന്ന് പറയും. ചിലര് വെള്ളം മാത്രം കുടിക്കും. ചിലരാകട്ടെ ലഘുവായിട്ടുള്ള ഭക്ഷണം, പാല്, പഴങ്ങള്, എന്തെങ്കിലും അങ്ങനെയുള്ളതെല്ലാം കഴിച്ചിട്ട് ഏകാദശി വ്രതം എടുക്കാറുണ്ട്. മറ്റു ചിലര് അരിഭക്ഷണം മാത്രം ഒഴിവാക്കിയിട്ട്, അതായത് ഈ ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണമൊക്കെ അത് കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കാറുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോ എല്ലാവർക്കും ഏകാദശി വ്രതം എടുക്കാനായിട്ട് സാധിക്കട്ടെ. അപ്പോ നിങ്ങൾ ഈ ഏകാദശി വ്രതം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഭഗവാന്റെ നാമം ജപിക്കുക എന്നാണ്. പ്രത്യേകിച്ച് നാളെ ഏകാദശി അന്ന് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ചൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ.